ഇന്ന് നമ്മൾ പാരലൽ ലൈൻസിലെ ട്രയാങ്കിൾ സെന്റേഴ്സ് അല്ലെങ്കിൽ ത്രികോണ കേന്ദ്രങ്ങളെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ത്രികോണ കേന്ദ്രങ്ങളെ മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്നാമത്തെ സർക്കം സെന്റർ അല്ലെങ്കിൽ പരിവൃത്ത കേന്ദ്രം, രണ്ടാമത്തെ ഓർത്തോ സെന്റർ അല്ലെങ്കിൽ ലംബ കേന്ദ്രം, മൂന്നാമത്തെ സെൻട്രോയിഡ് അല്ലെങ്കിൽ മധ്യമ കേന്ദ്രം. ഇത് മൂന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ സർക്കം സെന്റർ അല്ലെങ്കിൽ പരിവൃത്ത കേന്ദ്രം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. നോക്കിയേ, ഒരു ത്രികോണം തന്നു കഴിഞ്ഞാൽ, ഒരു ട്രയാങ്കിൾ തന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും രണ്ട് സൈഡിന്റെ ലംബ സമഭാജി, അതായത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ നമുക്കറിയാമല്ലോ. എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഏതെങ്കിലും രണ്ട് സൈഡ് എടുക്കുക, അതിന്റെ പകുതി കൂടുതൽ അല്ലേ, പകുതി കൂടുതൽ കോമ്പസിൽ അളന്നിട്ട് അകത്തും പുറത്തും ഓരോ ആർക്ക് വരയ്ക്കണം അല്ലേ. അതേപോലെ തന്നെ ഈ അറ്റത്തുനിന്നും അകത്തും പുറത്തും ഓരോ ആർക്ക് വരയ്ക്കുക. ശേഷം എന്താ ചെയ്യുന്നത്? ഇത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിക്കണം അല്ലേ. അപ്പൊ ഒരു സൈഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ലെങ്കിൽ ലംബ സമഭാജിയെ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇനി അടുത്ത ഒരു സൈഡ് കൂടെ എടുക്കാം അല്ലേ. അപ്പൊ ഈ സൈഡ് എടുക്കാം. അപ്പൊ ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യിപ്പിക്കാം അല്ലേ. അപ്പൊ നോക്കിയേ, ഈ രണ്ട് സൈഡിന്റെ ലംബ സമഭാജികൾ വരച്ചപ്പോൾ ജോയിൻ ചെയ്ത ഒരു പോയിന്റ് ഉണ്ടല്ലോ, രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിനെയാണ് നമ്മൾ സർക്കം സെന്റർ അല്ലെങ്കിൽ പരിവൃത്ത കേന്ദ്രം എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ഈ സർക്കം സെന്റർ എന്ന് പറഞ്ഞാൽ ഈ കൂട്ടിമുട്ടിയേക്കുന്ന ഈ പോയിന്റ് അല്ലയോ, ആ പോയിന്റിൽ നിന്നും ത്രികോണത്തിന്റെ മൂന്ന് മൂലകളിലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കിയേ, സെയിം ആയിരിക്കും അല്ലേ. മൂന്ന് മൂലകളിലേക്കും എന്താണ്, ഒരേ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും. അപ്പൊ ആ പോയിന്റിൽ വെച്ച് നമ്മൾ സർക്കിൾ വരയ്ക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? സർക്കം സെന്റർ കണ്ടുപിടിക്കുന്നത്, പരിവൃത്ത കേന്ദ്രം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഒരു ത്രികോണത്തിന്റെ ലംബ സമഭാജികൾ കൂട്ടിമുട്ടുന്ന ആ പോയിന്റിനെയാണ് സർക്കം സെന്റർ അല്ലെങ്കിൽ പരിവൃത്ത കേന്ദ്രം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഓർത്തോ സെന്റർ അല്ലെങ്കിൽ ലംബ കേന്ദ്രം എന്തായിരിക്കും? ലംബ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഈ ത്രികോണത്തിന്റെ ഓരോ വെർട്ടെക്സിൽ നിന്നും ഓരോ മൂലകളിൽ നിന്നും നേരെ താഴോട്ട്, അതായത് ലംബമായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ലൈൻ വരയ്ക്കും. അപ്പൊ ഇവിടെ നമുക്കൊരു പെർപെൻഡിക്കുലർ ലൈൻ കിട്ടിയല്ലോ. അതായത് ഇവിടെ രണ്ടിടത്തും എന്താണ്, 90 ഡിഗ്രി വീതമായിരിക്കും അല്ലേ. അടുത്ത ഈ വെർട്ടെക്സിൽ നിന്ന് നമ്മൾ എന്താണ്, ഈ ഒരു സൈഡിലോട്ട്, ഓപ്പോസിറ്റ് സൈഡിലോട്ട് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാൻ പോവാണ്. നോക്കിയേ, ഇതാണ് അവിടുത്തെ പെർപെൻഡിക്കുലർ ലൈന്. ഇനി അടുത്ത എന്താണ്, ഈ മൂല അല്ലേ, ഈ മൂലയിൽ നിന്നും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലംബ ദൂരം നമ്മൾ വരയ്ക്കാൻ പോവാണ്. അപ്പൊ നോക്കിയേ, ഒരു ത്രികോണത്തിന്റെ മൂന്ന് മൂലകളിൽ നിന്നും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ലംബ ദൂരങ്ങൾ വരയ്ക്കുമ്പോൾ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കുമ്പോൾ ആ മൂന്ന് ലൈൻസ് കൂടെ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് കണ്ടോ, ഈ നടുക്കുള്ള പോയിന്റ്, ആ പോയിന്റിനെയാണ് ഓർത്തോ സെന്റർ അല്ലെങ്കിൽ ലംബ കേന്ദ്രം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സെൻട്രോയിഡ് എന്തായിരിക്കും? അപ്പൊ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യാൻ പോവാണ്, ത്രികോണത്തിന്റെ ഒരു മൂലയിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിന്റെ മധ്യബിന്ദുവിലേക്ക് വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിന്റെ മധ്യബിന്ദു എന്ന് പറയുന്നത് ഏകദേശം ഇവിടെയാണെങ്കിൽ ആ ഒരു ബിന്ദുവിലേക്കാണ് നമ്മൾ ഈ വെർട്ടെക്സിൽ നിന്നും ഈ ഒരു മൂലയിൽ നിന്നും വരയ്ക്കുന്നത്. ഇതുപോലെ തന്നെ ഈ മൂലയിൽ നിന്നും നമ്മൾ ഈ എതിർവശത്തിന്റെ മധ്യബിന്ദുവിലേക്കും ഒരു ലൈൻ വരയ്ക്കാൻ പോവാണ്. ഇനി അടുത്തത് ഈ മൂലയിൽ നിന്നും ഈ എതിർവശത്തിന്റെ മധ്യബിന്ദുവിലേക്കാണ് വരയ്ക്കാൻ പോകുന്നത്. കണ്ടോ, ഇങ്ങനെ വരച്ചപ്പോൾ നമുക്കിവിടെ കൂട്ടിമുട്ടിയ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് ആണ് സെൻട്രോയിഡ് അല്ലെങ്കിൽ മധ്യമ കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് സർക്കം സെന്റർ എങ്ങനെയാണ് കിട്ടിയത്? ത്രികോണത്തിന്റെ ഏതെങ്കിലും രണ്ട് സൈഡ് എടുത്തിട്ട് അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ലെങ്കിൽ ലംബ സമഭാജി വരച്ച് ആ ലംബ സമഭാജികളെല്ലാം കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് ത്രികോണത്തിന്റെ സർക്കം സെന്റർ അല്ലെങ്കിൽ പരിവൃത്ത കേന്ദ്രം. ഇനി അടുത്ത ഓർത്തോ സെന്റർ എങ്ങനെയാണ് വരയ്ക്കുന്നത്? ത്രികോണത്തിന്റെ ഓരോ മൂലകളിൽ നിന്നും എതിർവശത്തേക്ക് നമ്മൾ ലംബ ദൂരങ്ങൾ വരയ്ക്കുക. ആ ലംബ ദൂരങ്ങളെല്ലാം കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് ലംബ കേന്ദ്രം അല്ലെങ്കിൽ ഓർത്തോ സെന്റർ. അപ്പൊ ഇനി അടുത്ത സെൻട്രോയിഡ് എങ്ങനെയാണ് വരയ്ക്കുന്നത്? ത്രികോണത്തിന്റെ ഓരോ മൂലയിൽ നിന്നും എതിർവശത്തെ മധ്യബിന്ദുവിലേക്ക് വരയ്ക്കുന്ന ലൈൻസ് അല്ലെ, ഈ ലൈൻസ് എല്ലാം കൂടെ കൂട്ടിമുട്ടുമ്പോൾ നമുക്ക് നടുക്കായിട്ട് എന്ത് കിട്ടും? ഒരു പോയിന്റ് കിട്ടും. ആ പോയിന്റ് ആണ് സെൻട്രോയിഡ് അല്ലെങ്കിൽ മധ്യമ കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൻട്രോയിഡിനെ പറ്റിയാണ്. അപ്പൊ ഇവിടെ ഒന്ന് നോക്കിയേ, ഈ ഒരു മൂല കണ്ടല്ലോ, ഈ ഒരു മൂലയിൽ നിന്നും എതിർവശത്തിന്റെ മധ്യബിന്ദുവിലേക്ക് വരയ്ക്കുന്ന ഈ ലൈൻ കണ്ടല്ലോ, ആ ലൈനെ നമുക്ക് AB എന്ന് പേര് കൊടുക്കാം. AB. ഇവിടെ നമുക്ക് O കൊടുക്കാവേ. AB എന്ന് പറയുന്ന ഈ ലൈനിനെ നമ്മൾ O എന്ന് പറയുന്ന പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? കട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ രണ്ട് പീസ് കിട്ടുന്നുണ്ടല്ലോ. ഏതൊക്കെയാണ്? A മുതൽ O വരെയും O മുതൽ B വരെയും. AO എന്ന് പറയുന്ന ഈ പാർട്ടായിരിക്കോ വലുത്, OB എന്ന് പറയുന്ന ഈ പാർട്ടായിരിക്കോ വലുത്? നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും AO ആയിരിക്കും വലുത് അല്ലേ, OB ചെറുതുമായിരിക്കും. ഇനി നോക്കിയേ, OB എന്ന് പറയുന്ന പാർട്ട് എത്രയാണോ അതിന്റെ ഇരട്ടിയായിരിക്കും AO. അതായത് OB ഇപ്പൊ 1 ആണെങ്കിൽ AO എത്ര ആയിരിക്കും? 2 ആയിരിക്കും അല്ലേ. അപ്പൊ ഇവരുടെ റേഷ്യോ എങ്ങനെ പറയാം? AO ഈസ് ടു OB എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇതിന്റെ റേഷ്യോ എന്തായിരിക്കും? 2:1 എന്നായിരിക്കും അല്ലേ. അപ്പൊ ഒന്നുകൂടെ നോക്കിയേ, ഇവിടെ ഒരു ത്രികോണം വരച്ചു കഴിഞ്ഞാൽ
ത്രികോണത്തിന്റെ മൂലയിൽ നിന്നും സെൻട്രോയിഡ് വരെയുള്ള പാർട്ടും സെൻട്രോയിഡിൽ നിന്നും അതിന്റെ എതിർവശത്തെ മധ്യബിന്ദു വരെയുള്ള പാർട്ടും തമ്മിൽ ഇങ്ങനെ കട്ട് ചെയ്താൽ എന്തായിരിക്കും അവിടുത്തെ റിലേഷൻ? 2:1 എന്നായിരിക്കും അതിന്റെ റിലേഷൻ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാം? 2:1 എന്ന് പറയാം അല്ലെ. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിലോ, ഇതാണ് മൂല അല്ലെ, ത്രികോണത്തിന്റെ മൂല ഇതാണ്. ഇവിടെ മുതൽ ഇവിടെ വരെ എന്താണ്? 2 ആണെങ്കിൽ അതിന്റെ പകുതി ആയിരിക്കും ഇവിടെ മുതൽ ഇവിടെ വരെ. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് എന്ത് പറയാം? ഈ സെൻട്രോയിഡ് അല്ലെ, ഈ ഒരു മധ്യമ കേന്ദ്രം എന്ന് പറയുന്നത് ഓരോ വരകളെയും ഏത് റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത്? 2:1 എന്നുള്ള റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത്. ഇവിടെ നോക്കിയാൽ നമ്മൾ ലംബ കേന്ദ്രം വരച്ച സമയത്ത് ഓരോ മൂലയിൽ നിന്നും ഓപ്പോസിറ്റ് വശത്തേക്ക് ലംബമായിട്ട് ഓരോ ലൈൻസ് വരച്ചില്ലേ? ആ ലൈൻസിനെ പറയുന്ന പേരാണ് ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഉന്നതി. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ ത്രികോണത്തിന്റെ മൂലയിൽ നിന്നും എതിർവശത്തിന്റെ മധ്യബിന്ദുവിലേക്കാണ് വരച്ചേക്കുന്നത് അല്ലെ. ആ വരയെ വിളിക്കുന്ന പേരാണ് മീഡിയൻ അല്ലെങ്കിൽ നടുവര. അപ്പൊ 2:1 എന്ന് പറയുമ്പോൾ മൂലയിൽ നിന്നും മധ്യകേന്ദ്രം വരെയുള്ള ഭാഗമാണ് 2, മധ്യകേന്ദ്രത്തിൽ നിന്നും എതിർവശത്തിന്റെ പകുതിയിലേക്കുള്ള ആ ഭാഗമാണ് 1 എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് പേജ് നമ്പർ 58 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ABC എന്ന് പറയുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് കണ്ടോ? ഏതാ? AC അല്ലെ. ACയുടെ അതായത് ഹൈപ്പോട്ടന്യൂസിന്റെ മിഡ് പോയിന്റ് ആണ് P. മിഡ് പോയിന്റിൽ നിന്നും നേരെ താഴോട്ട്, അതായത് ബേസിലോട്ട്, ബേസ് എന്ന് പറയുന്ന AB ആണ്, ABയിലോട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പൊ ഈ വരച്ചേക്കുന്ന PQ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും, നേരെ താഴോട്ടാണ് വരയ്ക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഒന്നാമത് പ്രൂവ് ചെയ്യേണ്ടത് ഈ BC എന്ന് പറയുന്ന സൈഡ് കണ്ടോ? ആ സൈഡിന്റെ പകുതി ആയിരിക്കും PQ. അതാണ് നമുക്ക് ആദ്യമായിട്ട് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് ഈ BCയുടെ പകുതിയാണ് PQ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ABയുടെ മിഡ് പോയിന്റിലാണ് Q എന്ന് കണ്ടുപിടിച്ചാൽ മതി അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയേ, ഒരു വശത്തിന്റെ മധ്യബിന്ദുവിൽ നിന്നും മറ്റൊരു വശത്തിന് പാരലായിട്ട് വരയ്ക്കുന്ന ലൈൻ മൂന്നാമത്തെ വശത്തിന്റെയും മധ്യബിന്ദുവിൽ കൂടിയായിരിക്കും കടന്നു പോകുന്നത് അല്ലെ. ഇത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് BC എന്ന് പറയുന്ന ഈ ലൈനും PQ എന്ന് പറയുന്ന ഈ ലൈനും പാരലാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. പാരലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ACയുടെ മധ്യബിന്ദുവാണ് P എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ PQ എന്ന് പറയുന്ന ലൈൻ AB എന്ന് പറയുന്ന ലൈനിന്റെ മധ്യബിന്ദുവിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്നല്ലേ. PQ എന്ന് പറയുന്ന ലൈൻ AB എന്ന് പറയുന്ന ലൈനിനെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് വന്ന് കട്ട് ചെയ്യുന്നതെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആണ്. ഇവിടെയും എന്ത് തന്നെയാണ്? ഇതും പെർപെൻഡിക്കുലർ ആയിട്ടാണ്, അതായത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് ഇവിടെയും എന്താണ് ആംഗിൾ? 90 ഡിഗ്രി ആണല്ലേ. അപ്പൊ നമുക്ക് പറയാം PQ എന്ന് പറയുന്ന ലൈനും BC എന്ന് പറയുന്ന ലൈനും പെർപെൻഡിക്കുലർ ആയിട്ടാണ് വന്ന് ABയെ കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് PQയും BCയും എന്തായിരിക്കും? രണ്ടും സമാന്തരമായിരിക്കും അല്ലെ, രണ്ടും പാരലൽ ആയിരിക്കും. അപ്പൊ നോക്കിയേ, നമ്മൾ ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്തു. ഈ വലിയ ട്രയാങ്കിൾ ആണ് ABC കൺസിഡർ ചെയ്തു. അതിൽ P എന്ന് പറയുന്നത് ACയുടെ മിഡ് പോയിന്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ PQ പെർപെൻഡിക്കുലർ AB ആണ് അല്ലെ. PQ എന്ന് പറയുന്നത് ലംബമായിട്ടാണ് ABയിൽ വന്ന് മുട്ടുന്നത്. അതുകൊണ്ട് PQ ഈസ് പെർപെൻഡിക്കുലർ AB ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? BCയും എന്താണ്? പെർപെൻഡിക്കുലർ ആണ് അല്ലെ. അതുകൊണ്ട് PQ ഈസ് പാരലൽ ടു BC എന്ന് പറയാം അല്ലെ. PQ എന്ന് പറയുന്നത് BCയുമായിട്ട് സമാന്തരമാണെന്ന് പറയാം. സമാന്തര വരകളാണ് ഇത് രണ്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി എന്തായിരുന്നു? ഏതെങ്കിലും ഒരു വശത്തിന്റെ മധ്യബിന്ദുവിൽ കൂടി വരയ്ക്കുന്ന വര മറ്റൊരു വശത്തിന്റെ പാരലലും കൂടെ ആണെങ്കിൽ, സമാന്തരം കൂടെ ആണെങ്കിൽ അതെന്തായിരിക്കും? മൂന്നാമത്തെ വശത്തിന്റെയും മധ്യബിന്ദു ആയിരിക്കും അല്ലെ, അല്ലെങ്കിൽ മൂന്നാമത്തെ വശത്തിന്റെയും മധ്യത്തിൽ കൂടിയായിരിക്കും കടന്നു പോകുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? Q എന്ന് പറയുന്നത് ABയുടെ മധ്യബിന്ദുവാണെന്ന് പറയാം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? Q ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AB എന്ന് എഴുതാം അല്ലെ. അപ്പൊ നമുക്കിവിടെ Pയും Qയും മധ്യബിന്ദുക്കളായിട്ട് കിട്ടി അല്ലെ, അതായത് മിഡ് പോയിന്റ്സ് ആയിട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? രണ്ട് വശങ്ങളുടെ മിഡ് പോയിന്റുകൾ, അതായത് മധ്യബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിക്കുന്ന രേഖ, ലൈൻ എന്തായിരിക്കും? മൂന്നാമത്തെ വശത്തിന് പാരലലുമായിരിക്കും. അതുപോലെ തന്നെ മൂന്നാമത്തെ വശത്തിന്റെ പകുതിയുമായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് PQനെ എങ്ങനെ പറയാം? PQ ഈക്വൽ ടു എങ്ങനെ പറയാം? BCയുടെ പകുതിയാണെന്ന് പറയാം അല്ലെ, ഹാഫ് BC എന്ന് പറയാം. അപ്പൊ ഇതല്ലായിരുന്നു നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ഈ വലിയ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ABC എന്ന് പറയുന്ന വലിയ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് കണ്ടല്ലോ. ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? AC ആണല്ലേ. ACയുടെ മിഡ് പോയിന്റ്, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ കർണത്തിന്റെ മധ്യബിന്ദു ഏതാണ്? P ആണല്ലേ. ഈ Pയിൽ നിന്നും 3 വെർട്ടെക്സിലോട്ടും, അതായത് നമ്മുടെ വലിയ ട്രയാങ്കിളിന്റെ 3 മൂലകളിലേക്കും, അതായത് Pയിൽ നിന്നും Aയിലോട്ട്, Pയിൽ നിന്നും Bയിലോട്ട്, Pയിൽ നിന്നും Cയിലോട്ട്, ആ 3 മൂലകളിലോട്ടുമുള്ള ദൂരം സെയിം ആണ്, അതായത് ഈക്വൽ ആണെന്നാണ് നമ്മൾ ഇനി പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ Pയിൽ നിന്ന് Aയിലോട്ടുള്ള ദൂരം ഇവിടെ വരച്ചിട്ടുണ്ട് അല്ലെ. Pയിൽ നിന്ന് Cയിലോട്ടുള്ള ദൂരവും ഇവിടെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തുകൂടെ വരച്ചാൽ മതി?
പിയിൽ നിന്നും ബിയിലോട്ടുള്ള ഈ ഒരു ഡിസ്റ്റൻസ് കൂടെ വരച്ചാൽ മതി. അപ്പോൾ ഇത് മൂന്നും ഈക്വൽ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പിയും ബിയുമായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? പി എ ഈക്വൽസ്, പി എ കണ്ടല്ലോ, പി എ ഈക്വൽസ് പി ബി, പി ബി ഈക്വൽസ് പി സി. ഇതങ്ങ് പ്രൂവ് ചെയ്താൽ മതി. പി എ എന്ന് പറയുന്ന ലെങ്ത് കണ്ടോ, പി എ ദാണ്ട് ഇവിടെ മുതൽ ഇവിടെ വരെ അല്ലേ, അല്ലെങ്കിൽ ഇവിടെ മുതൽ ഇങ്ങോട്ട്. പി സി എന്ന് പറയുന്നതോ, പി സി എന്ന് പറയുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട്. അതായത് എ സി എന്ന് പറയുന്ന ഹൈപ്പോട്ടന്യൂസിന്റെ മധ്യബിന്ദുവാണ് പി എന്ന് പറഞ്ഞല്ലോ, അതായത് മിഡ് പോയിന്റ് ആണെന്ന്. അങ്ങനെയാണെങ്കിൽ എ സി എത്രയാണോ അതിന്റെ പകുതി ആയിരിക്കുമല്ലോ എ പി അല്ലെങ്കിൽ പി എ. പി സി എന്ന് പറയുന്നതും സെയിം ആയിരിക്കും അല്ലേ. അപ്പൊ എ സിയുടെ പകുതി വീതമായിരിക്കും പി എയും പി സിയും. അതുകൊണ്ട് പി എ ഈക്വൽസ് പി സി. അതിന് നമുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പി എയും പി സിയും എന്താണ്? ഈക്വൽ ആണ്. കാരണം എന്താണ്? എ സിയുടെ മിഡ് പോയിന്റ് ആണ്, മധ്യബിന്ദുവാണ് പി. അതുകൊണ്ട് ഇവിടെ ടോട്ടൽ ഇപ്പൊ 10 വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 5, ഇവിടെ 5, അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പൊ പി എ ഈക്വൽ ടു പി സി എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ, അത് നമുക്ക് തന്നിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇനി നമ്മൾ എക്സ്ട്രാ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പി ബിയും ഇവരുടെ കൂട്ട് ഈക്വൽ ആണെന്ന് കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം ഇവിടെ നിന്ന് ശ്രദ്ധിച്ചേ, പി ക്യു എ ഒരു റൈറ്റ് ട്രയാങ്കിൾ കണ്ടോ, ഒരു ചെറിയ റൈറ്റ് ട്രയാങ്കിൾ കണ്ടോ, പി ക്യു എ കണ്ടല്ലോ. അതേപോലെ തന്നെ പി ക്യു ബി കണ്ടോ, ഇവിടെ ഒരു ചെറിയ റൈറ്റ് ട്രയാങ്കിൾ കണ്ടോ. അപ്പൊ പി ക്യു എയും പി ക്യു ബിയും ഈ രണ്ട് റൈറ്റ് ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന്, അതായത് തുല്യ ത്രികോണങ്ങളാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്താൽ മതി. അങ്ങനെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡ്, അതായത് പി എ എന്ന് പറയുന്ന സൈഡും പി ബി എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പി എയും പി ബിയും പി സിയും തുല്യമാണെന്ന് പറയാമല്ലോ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഈ രണ്ട് ട്രയാങ്കിൾസും തുല്യ ത്രികോണങ്ങളാണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്ന് എഴുതാം അല്ലേ. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് പി എ ഈക്വൽ ടു പി ബി ഈക്വൽ ടു പി സി അല്ലെ. എ സി എന്ന് പറയുന്ന ഹൈപ്പോട്ടന്യൂസിന്റെ മിഡ് പോയിന്റ് ആണ് പി. അതുകൊണ്ട് പി എ ഈക്വൽ ടു പി സി എന്ന് കൊടുക്കാം അല്ലേ. അത് തെളിയിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബ്രാക്കറ്റിൽ എന്താ കാരണം എഴുതുന്നത്? പി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ സി. എ സിയുടെ മധ്യബിന്ദുവാണ് പി. അടുത്തതായിട്ട് നമുക്ക് ഈ രണ്ട് ത്രികോണങ്ങളും, ഞാൻ 1, 2 എന്ന് കൊടുക്കാം, 1, 2, ഈ രണ്ട് ത്രികോണങ്ങളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പൊ നമ്മൾ ട്രയാങ്കിൾ പി ക്യു എയും പി ക്യു ബിയും കൺസിഡർ ചെയ്തു. ഇനി ആ രണ്ട് ട്രയാങ്കിൾ ഒന്ന് നോക്കിയേ. അപ്പൊ ഈ രണ്ട് ത്രികോണങ്ങളും ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണ്, തുല്യ ത്രികോണങ്ങളാണെന്ന് തെളിയിക്കാൻ നമ്മൾ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത് നോക്കിയേ. ആദ്യം നമ്മൾ നോക്കിയേ, എ ബി എന്ന് പറയുന്ന ഈ സൈഡ് കണ്ടോ. എ ബി എന്ന് പറയുന്ന സൈഡിന്റെ മിഡ് പോയിന്റ് ആണ് ക്യൂ എന്ന് നമ്മൾ ഫസ്റ്റ് പാർട്ടി ചെയ്തായിരുന്നു അല്ലേ. മിഡ് പോയിന്റ് ആണെങ്കിൽ നമുക്കറിയാം ക്യൂ മുതൽ എ വരെയുള്ള ലെങ്തും ക്യൂ മുതൽ ബി വരെയുള്ള ലെങ്തും എന്തായിരിക്കും? ഈക്വൽ ആണല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒന്നാമത്തെ ട്രയാങ്കിൾ പി ക്യു എയിലെ ഒരു സൈഡാണല്ലോ ക്യു എ. അപ്പൊ ഈ ക്യു എ എന്ന് പറയുന്ന ഈ സൈഡും പി ക്യു ബി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഒരു സൈഡാണല്ലോ ക്യു ബി. ക്യു ബി എന്ന് പറയുന്ന ഒരു സൈഡും ഈ രണ്ട് സൈഡും ഈക്വൽ ആയല്ലോ. അതായത് ത്രികോണം പി ക്യു എ കണ്ടല്ലോ, ട്രയാങ്കിൾ പി ക്യു എ. പി ക്യു എ എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ക്യു എ എന്ന് പറയുന്ന ഒരു വശം അല്ലേ, ഒരു സൈഡ്, ആ സൈഡിനോട് പി ക്യു ബി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ക്യൂ ബി എന്ന് പറയുന്ന സൈഡ് കണ്ടല്ലോ, ക്യൂ ബി എന്ന് പറയുന്ന സൈഡുമായിട്ട് ഈക്വൽ ആണ്. അപ്പൊ അടുത്തതായിട്ട് നോക്കിയേ, പി ക്യൂ എന്ന് പറയുന്ന സൈഡ് കണ്ടോ. പി ക്യൂ എന്ന് പറയുന്ന സൈഡ് പി ക്യു എയുടെയും പി ക്യു ബിയുടെയും കോമൺ സൈഡ് ആണല്ലേ. അപ്പൊ രണ്ടാമത്തെ സൈഡ് ഈക്വൽ ആയല്ലോ. ആദ്യം ക്യു എ ഈക്വൽ ടു ക്യു ബി ആയി, ഇപ്പൊ പി ക്യു ഈക്വൽ ടു പി ക്യു അല്ലെ, രണ്ടും കോമൺ സൈഡായി. ഇനി നോക്കിയേ, ഇവിടെ 90 ഡിഗ്രി ആണല്ലേ, ഇപ്പുറത്തെ സൈഡും എന്താണ്? 90 ഡിഗ്രി തന്നെയാണല്ലേ, ലീനിയർ പെയർ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് സൈഡ്സും അതിന്റെ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു ആംഗിളും മറ്റൊരു ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് സൈഡ്സിനോടും അതിന്റെ ബിറ്റ്വീൻ ആയിട്ടുള്ള ആംഗിളിനോടും ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസും എന്തായിരിക്കും? ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും അല്ലേ. അപ്പൊ അതിന്റെ സൈഡ്സും എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. അതായത് പി എ എന്ന് പറയുന്ന സൈഡും പി ബി എന്ന് പറയുന്ന സൈഡും എന്തായിട്ട് മാറി? ഈക്വൽ ആയിട്ട് മാറി. അപ്പൊ നമുക്കിവിടെ എന്തെഴുതാം? ക്യു എ ഈക്വൽ ടു ക്യു ബി എന്ന് എഴുതാമല്ലോ. കാരണം എന്താ എഴുതുന്നത്? ക്യു ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. അടുത്തതായിട്ട് എന്തായിരുന്നു? പി ക്യു എന്ന് പറഞ്ഞൊരു കോമൺ സൈഡ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ പി ക്യു ഈക്വൽസ് പി ക്യു ആണ്. എന്താണ് അതിന് കാരണം എഴുതുന്നത്? കോമൺ സൈഡ് ആണ് അല്ലെ, കോമൺ സൈഡ്. മൂന്നാമതായിട്ട് നമ്മൾ ആംഗിൾ ആയിരുന്നു എടുത്തത് അല്ലേ. അതായത് രണ്ട് ത്രികോണത്തിന്റെയും രണ്ട് കോണുകൾ എന്താണ്? 90 ഡിഗ്രി, 90 ഡിഗ്രി വീതമാണ്. അപ്പൊ ആംഗിൾ പി ക്യു എ ഈക്വൽ ആംഗിൾ പി ക്യു ബി ആണല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 90 ഡിഗ്രി. അപ്പൊ നമുക്ക് എന്തെഴുതാം? ദെയർഫോർ ട്രയാങ്കിൾ, ഈ രണ്ട് ട്രയാങ്കിൾസ് അല്ലേ എടുത്തത്, പി ക്യു എ ഈക്വൽ ആയിരിക്കും ട്രയാങ്കിൾ പി ക്യു ബി. കാരണം എന്താണ്?
സൈഡ് ആംഗിൾ സൈഡ് പ്രോപ്പർട്ടിയാണ് അല്ലെ, SAS പ്രോപ്പർട്ടിയാണ് അല്ലെ. അതായത് രണ്ട് സൈഡും അതിന്റെ ബിറ്റ്വീൻ ആയിട്ടുള്ള ആംഗിളും ഈക്വൽ ആണ്. ഇതൊരു റൈറ്റ് ട്രയാംഗിൾ ആയതുകൊണ്ട് പെർപെൻഡിക്കുലർ സൈഡ്സും അതിനുള്ളിലുള്ള ആംഗിളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താലും മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? therefore ഏതൊക്കെ സൈഡായിരുന്നു നമുക്ക് ഈക്വൽ ആക്കേണ്ടത്? PAയും PBയും ആയിരുന്നു അല്ലെ. PA ഈക്വൽ ടു PB എന്ന് പറയാം അല്ലെ. ഇനി നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു PAയും PCയും ഈക്വൽ ആണെന്ന് അല്ലെ, പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് മൂന്നൂടെ ചേർത്ത് വെച്ചാൽ എന്ത് പറയാം? PA ഈക്വൽ ടു PB ആണ്. PB എന്തിനോട് ഈക്വൽ ആണ്? PCയോട് ഈക്വൽ ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ മൂന്നും എന്തായിരിക്കും? പരസ്പരം ഈക്വൽ ആയിരിക്കും. ഈ ക്വസ്റ്റ്യന്റെ മൂന്നാമത്തെ പാർട്ടി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ റൈറ്റ് ട്രയാംഗിൾ ഉണ്ടല്ലോ, ഈ റൈറ്റ് ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ കർണത്തിന്റെ മധ്യബിന്ദു എന്ന് പറയുന്ന ഏതാണ്? ഈ P എന്ന് പറയുന്ന പോയിന്റ് ആണ് അല്ലെ. ആ പോയിന്റ് സർക്കം സെന്റർ ആക്കിക്കൊണ്ട്, അതായത് ഈ കർണത്തിന്റെ മധ്യബിന്ദുവിനെ സർക്കം സെന്റർ ആക്കിക്കൊണ്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കുവാണെങ്കിൽ, സർക്കം സെന്റർ ആക്കിക്കൊണ്ട് സർക്കിൾ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ത്രികോണത്തിന്റെ സർക്കം സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞാൽ എന്താണ്? ആദ്യം നമ്മൾ ത്രികോണം വരയ്ക്കണം, അതിനുശേഷം സർക്കിളിന്റെ സെന്റർ കണ്ടുപിടിക്കണം അല്ലെ. ആ സെന്ററിൽ നിന്ന് ഈ മൂന്ന് മൂലകളിലോട്ടുമുള്ള നീളം എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കാം. ഈ സർക്കിൾ വരയ്ക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ആ സെന്റർ ആണ് സർക്കം സെന്റർ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു ഈ P എന്ന് പറയുന്നത് സെന്റർ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സെന്റർ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ കോമ്പസ് വെച്ചിട്ട് Pയിൽ നിന്ന് Aയിലോട്ട് നോക്കണം. A എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ത്രികോണത്തിന്റെ ഒരു മൂലയാണല്ലോ. അപ്പൊ Aയിലോട്ട് നോക്കുമ്പോഴും അടുത്ത മൂല ഏതാണ്? B ആണല്ലേ. Bയിലോട്ട് നോക്കുമ്പോഴും മൂന്നാമത്തെ മൂല സിയിലോട്ട് നോക്കുമ്പോഴും എന്തായിരിക്കണം? ഒരേ അളവ് തന്നെ ആയിരിക്കണം. എന്നാലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റത്തുള്ളൂ അല്ലെ. അതായത് PA എന്ന് പറയുന്നതും PB എന്ന് പറയുന്നതും PC എന്ന് പറയുന്നതും എന്താണ്? സർക്കിളിന്റെ എന്താണ്? റേഡിയസ് ആയിരിക്കുമല്ലോ. അതുകൊണ്ടല്ലേ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റുന്നത്. അപ്പൊ PA ഈക്വൽ ടു ആയിരിക്കണം PB ഈക്വൽ ടു ആയിരിക്കണം PC. അതായത് ഇത് മൂന്നും റേഡിയസ് ആണ്. അത് നമുക്കിനി പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? PA ഈക്വൽ ടു PB ഈക്വൽ ടു PC പ്രൂവ് ചെയ്യാനായിരുന്നു അല്ലേ. അപ്പൊ അത് നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ ഇതൊരു റൈറ്റ് ട്രയാംഗിൾ ആണ്. ഈ റൈറ്റ് ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടന്യൂസിന്റെ മധ്യബിന്ദു സെന്റർ ആക്കിക്കൊണ്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കുവാണെങ്കിൽ അതിനെ പറയുന്നത് എന്താണ്? ഈ ട്രയാംഗിളിന്റെ സർക്കം സർക്കിൾ വരയ്ക്കുക എന്നാണ് അല്ലെ. അങ്ങനെ വരയ്ക്കുവാണെങ്കിൽ അതിന്റെ സെന്റർ P ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. P ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? Pയിൽ നിന്ന് A വരെയുള്ള ലെങ്തും Pയിൽ നിന്ന് B വരെയുള്ള ലെങ്തും Pയിൽ നിന്ന് C വരെയുള്ള ലെങ്തും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മാത്രം മതി. അത് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ. അതുകൊണ്ട് എന്ത് പറയാം? ഈ റൈറ്റ് ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടന്യൂസിന്റെ മധ്യബിന്ദു എന്തായിരിക്കും? ഈ ട്രയാംഗിളിന് ഒരു സർക്കം സർക്കിൾ വരച്ചാൽ അതിന്റെ സെന്റർ ആയിരിക്കും, അതായത് സർക്കം സെന്റർ ആയിരിക്കും. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ പ്രൂഫ് എഴുതിയതിനു ശേഷം നമുക്ക് ലാസ്റ്റ് എന്ത് എഴുതാം? PA ഈക്വൽ ടു PB ഈക്വൽ ടു PC ആയതുകൊണ്ട് P ഈസ് ദ സർക്കം സെന്റർ ഓഫ് ദ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ. അതായത് PAയും PBയും PCയും റേഡിയസ് ആയതുകൊണ്ട് P എന്ന് പറയുന്ന എന്താണെന്ന് പറയാം? സർക്കം സെന്റർ ആണെന്ന് പറയാം. ആ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളുടെ സർക്കം സെന്റർ ആണെന്ന് പറയാം. അതായത് ആ ഹൈപ്പോട്ടന്യൂസിന്റെ മിഡ് പോയിന്റ് ആണ് നമുക്ക് എന്തായിട്ട് വരുന്നത്? റൈറ്റ് ട്രയാംഗിളിന്റെ സർക്കം സെന്റർ ആയിട്ട് വരുന്നത്, മട്ടത്രികോണത്തിന്റെ പരിവൃത്ത കേന്ദ്രമായിട്ട് വരുന്നത്. പേജ് നമ്പർ 59 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇനി പറയാൻ പോകുന്നത്. ഏതൊരു ഇക്വിലാറ്ററൽ ട്രയാംഗിൾ എന്ന് വെച്ചാൽ സമഭുജ ത്രികോണം, ഏതൊരു സമഭുജ ത്രികോണം എടുത്താലും അതിന്റെ സർക്കം സെന്റർ എന്തായിരുന്നു? പരിവൃത്ത കേന്ദ്രം അല്ലെ. സർക്കം സെന്ററും ഓർത്തോ സെന്റർ എന്ന് പറഞ്ഞാൽ ലംബ കേന്ദ്രം അല്ലെ, ലംബ കേന്ദ്രവും സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മധ്യമ കേന്ദ്രം അല്ലെ. ഇത് മൂന്നും ഒരു പോയിന്റിലായിരിക്കും കോയിൻസൈഡ് ചെയ്യുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ, ഒരു ഇക്വിലാറ്ററൽ ട്രയാംഗിളിന്റെ സർക്കം സെന്ററും ഓർത്തോ സെന്ററും സെൻട്രോയിഡും ഒരു പോയിന്റ് തന്നെ ആയിരിക്കും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ഇക്വിലാറ്ററൽ ട്രയാംഗിൾ വരയ്ക്കാൻ പോവാണ്. AB എന്ന് പറയുന്ന സൈഡ് 6 സെന്റിമീറ്റർ ആണ് എടുത്തേക്കുന്നത്. മൂന്ന് സൈഡും 6 സെന്റിമീറ്റർ വീതമുള്ളൊരു ഇക്വിലാറ്ററൽ ട്രയാംഗിൾ സമഭുജ ത്രികോണമാണ് ഇവിടെ വരച്ചേക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇതിന്റെ സർക്കം സെന്റർ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സർക്കം സെന്റർ എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം AB എന്ന് പറയുന്ന സൈഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം അല്ലേ. ആദ്യം നമ്മൾ AB എന്ന് പറയുന്ന സൈഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? പകുതി കൂടുതൽ എടുത്തിട്ട് 2 ആർക്ക് വരയ്ക്കണം, താഴെയും മുകളിലും ആർക്ക് വരയ്ക്കുക. അതിനുശേഷം ഈ പോയിന്റിലും Bയിലും വെച്ച് എന്താണ്? ആർക്ക് വരച്ചു. കൂട്ടിമുട്ടിയ ആ 2 ആർക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോവാം? ജോയിൻ ചെയ്യാൻ പോവാണ്. നോക്കിയേ, AB എന്ന് പറയുന്ന സൈഡിന് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമുക്ക് കിട്ടി അല്ലേ. അതുപോലെ തന്നെ BCക്കും നമുക്കൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. ലംബ സമഭാജി, പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലംബ സമഭാജി അല്ലേ. അപ്പോൾ രണ്ടിടത്തും ഓരോ ആർക്ക് വരച്ചു. ഇനി Cയിൽ വെച്ചിട്ടും അതേ അളവിൽ തന്നെ 2 ആർക്ക് വരയ്ക്കുവാണ് അകത്തും പുറത്തും. വീണ്ടും നമുക്ക് എന്താണ്? ആർക്കുകൾ കൂട്ടിമുട്ടുന്ന 2 പോയിന്റ്സ് കിട്ടി അല്ലേ. അതായത് ചാപങ്ങൾ കൂട്ടിമുട്ടുന്ന 2 പോയിന്റ്സ് കിട്ടി. അത് രണ്ടും കൂടെ നമുക്ക് ജോയിൻ ചെയ്യാം. നോക്കിയേ,
ഈ രണ്ട് പെർപെൻഡിക്കുലർ ബൈസെക്റ്റുകളും അതായത് രണ്ട് ലംബ സമഭാജികളുടെ ജോയിൻ ചെയ്യുന്ന ഈ പോയിന്റ് ഉണ്ടല്ലോ, അതായത് മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് ആയിരിക്കും ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സർക്കം സെന്റർ എന്ന് പറയുന്നത്. ഈ പോയിന്റിൽ നിന്നും, അതായത് നമ്മുടെ ഈ സർക്കം സെന്ററിൽ നിന്നും സിയിലോട്ടും എയിലോട്ടും ബിയിലോട്ടും ഉള്ള അളവൊന്ന് എടുത്ത് നോക്കിയേ. മൂന്നിടത്തും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ? അതായത് ഈ ഒരു പോയിന്റിൽ നിന്നും എയിലോട്ടുള്ള അളവെന്ന് പറഞ്ഞാലും സിയിലോട്ടുള്ള അളവെന്ന് പറഞ്ഞാലും ബിയിലോട്ടുള്ള അളവെന്ന് പറഞ്ഞാലും എന്താണ്? സർക്കിളിന്റെ റേഡിയസ് ആണ് അല്ലേ? റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരമായിരിക്കും അല്ലേ? അപ്പൊ ഇനി നമുക്ക് അടുത്തതായിട്ട് ഓർത്തോ സെന്റർ വരയ്ക്കണം അല്ലേ? ഓർത്തോ സെന്റർ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഓർത്തോ സെന്റർ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഈ ഓരോ മൂലകളിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് എന്ത് വരയ്ക്കണം? ലംബം വരയ്ക്കണം അല്ലേ? പെർപെൻഡിക്കുലർ വരയ്ക്കണം. അപ്പൊ ഞാൻ ഈ സിയിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പോവാണേ. സിയിൽ നിന്നും പെർപെൻഡിക്കുലർ വരച്ചു നോക്കിയേ. ഇവിടെ 90 ഡിഗ്രി ആണല്ലോ. ഇനി നമുക്ക് എയിൽ നിന്നും പെർപെൻഡിക്കുലർ വരയ്ക്കാം. ഇനി ബിയിൽ നിന്നും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കാം. നോക്കിയേ, ഈ 3 ലൈൻസും കൂടെ ജോയിൻ ചെയ്യുന്ന, കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് ആണല്ലോ അതിന്റെ ഓർത്തോ സെന്റർ. അപ്പൊ ആദ്യം നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചിട്ട് അതിന്റെ സർക്കം സെന്റർ വരച്ചപ്പോഴും ഈ പോയിന്റ് തന്നെയാണ് കിട്ടിയത് അല്ലേ? ഇപ്പൊ നമ്മൾ ഓർത്തോ സെന്റർ വരച്ചപ്പോഴും അതേ പോയിന്റ് തന്നെയാണ് കിട്ടിയത്. ഇനി മൂന്നാമത് എന്താണ് നോക്കേണ്ടത്? സെൻട്രോയിഡ് ആണ് അല്ലേ? സെൻട്രോയിഡ് കൂടെ നമുക്ക് വരച്ച് നോക്കാം. സെൻട്രോയിഡ് എങ്ങനെയാ വരയ്ക്കുന്നത്? ഓരോ വെർട്ടെക്സും ഓരോ മൂലയിൽ നിന്നും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരയ്ക്കുന്ന ആ ഒരു മീഡിയൻ അല്ലേ? മീഡിയനെ നമ്മൾ പറയുന്നത് എന്തായിരുന്നു? നടുവര. ആ ഒരു നടുവര എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിനെ തുല്യ ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്യണം അല്ലേ? ഇവിടെ ഞാൻ എ ബി എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആയിരുന്നു എടുത്തത്. നോക്കിയേ, അതിന്റെ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 3 ആണല്ലോ. അപ്പൊ ഈ 3 ഞാനൊരു നടുവര വരയ്ക്കുക എന്ന് പറഞ്ഞാൽ, അത് മീഡിയൻ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതുകൊണ്ട് ഈ സെയിം ലൈനിൽ തന്നെ ആയിരിക്കില്ലേ അത് കൂട്ടിമുട്ടുന്നത്? അതേപോലെ തന്നെ ഈ വെർട്ടെക്സിൽ നിന്നും ഈ ഒരു സൈഡിലോട്ട് ഞാൻ എന്ത് വരയ്ക്കാൻ പോവാണ്? നടുവര വരയ്ക്കാൻ പോവാണ് അല്ലേ? ആ സൈഡും 6 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ആ വരച്ചേക്കുന്ന അല്ലെങ്കിൽ ആ പോയേക്കുന്ന ലൈനും ഏത് വഴി കൂടെ തന്നെയാണ്? അതിന്റെ മിഡ് പോയിന്റിൽ കൂടെ തന്നെയാണ് പോയേക്കുന്നത് അല്ലേ? 3 എന്ന് പറയുന്ന ആ മിഡ് പോയിന്റിൽ കൂടെ തന്നെയാണ് പോയേക്കുന്നത്. അപ്പൊ അത് നീട്ടി വരച്ചാലും എന്താണ്? ഈ ഒരു ലൈനിൽ തന്നെ വരും അല്ലേ? ഇനി നോക്കിയേ, ഈ ഒരു വെർട്ടെക്സിൽ നിന്ന്, ഈ ഒരു മൂലയിൽ നിന്ന് ഞാൻ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് അതിന്റെ എതിർവശത്തേക്ക് ഞാനൊരു മീഡിയൻ വരയ്ക്കാൻ പോവാണ്. മീഡിയൻ എന്ന് പറഞ്ഞാൽ നടുവര വരയ്ക്കാൻ പോവാണ്. അങ്ങനെ വരയ്ക്കുമ്പോഴും എന്താണ്? ഇത് മൊത്തം 6 സെന്റിമീറ്റർ ആയിരുന്നു. അതിന്റെ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3 സെന്റിമീറ്റർ. അത് എവിടാണ് വരുന്നത്? ഈ ഒരു പോയിന്റ് ആണല്ലേ? ആ ഒരു പോയിന്റിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ ഈ 3 നടുവരകളും കൂടെ ജോയിൻ ചെയ്യുന്നത് എവിടെ തന്നെ ആയിരിക്കും? ഈ ഒരു പോയിന്റിൽ തന്നെ ആയിരിക്കും അല്ലെ? അപ്പൊ ആദ്യം നമ്മൾ സർക്കം സെന്റർ വരച്ചു. അപ്പൊ നമുക്ക് കിട്ടിയ പോയിന്റ് ഏതായിരുന്നു? ഓ എന്ന് പറയുന്ന ഈ പോയിന്റ് ആയിരുന്നു. അതിനുശേഷം ഓർത്തോ സെന്റർ, അതായത് ലംബകേന്ദ്രം നോക്കി. ലംബകേന്ദ്രം നോക്കിയപ്പോഴും എന്താണ്? നമുക്ക് ആ 3 ലൈൻസ് കൂടെ കൂട്ടിമുട്ടിയ പോയിന്റ് ഇതാണല്ലേ? അതായത് ലംബകേന്ദ്രം ഓർത്തോ സെന്ററും ഓയാണ് കിട്ടിയത്. മൂന്നാമത് എന്താ നമ്മൾ വരച്ചത്? മൂന്നാമത് നമ്മൾ സെൻട്രോയിഡ് ആണ് കണ്ടുപിടിച്ചത്. സെൻട്രോയിഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ മീഡിയൻ വരച്ചപ്പോഴും, അതായത് നടുവര വരച്ചപ്പോഴും ഏത് പോയിന്റിൽ കൂടെയാണ് പാസ് ചെയ്തത്? ഓ എന്ന് പറയുന്ന ഈ പോയിന്റിൽ കൂടെ തന്നെയാണ് പാസ് ചെയ്തത് അല്ലേ? അപ്പോൾ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം വരച്ചു കഴിഞ്ഞാൽ അതിന്റെ സർക്കം സെന്ററും ഓർത്തോ സെന്ററും സെൻട്രോയിഡും എന്തായിരിക്കും? കോയിൻസൈഡ് ചെയ്തിരിക്കും അല്ലെ? അതായത് പരിവൃത്ത കേന്ദ്രവും ലംബ കേന്ദ്രവും മധ്യമ കേന്ദ്രവും എന്തായിരിക്കും? ഒരു പോയിന്റ് തന്നെ ആയിരിക്കും അല്ലെ? അപ്പൊ നമുക്ക് ഫൈനലായിട്ട് ആൻസർ എന്തെഴുതാം? അതായത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സും മീഡിയൻസ് അറിയാമല്ലോ, നടുവരകളും ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഉന്നതിയും, ഇതെല്ലാം എന്താണ്? സെയിം ലൈനിലാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അവയെല്ലാം ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഏതൊരു സമഭുജ ത്രികോണവും ഏതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരച്ചാലും അതിന്റെ എല്ലാ സർക്കം സെന്ററും ഓർത്തോ സെന്ററും സെൻട്രോയിഡും കോയിൻസൈഡ് ചെയ്യുന്നു എന്ന് പറയാം. അപ്പൊ പ്രൂഫ് കഴിഞ്ഞു. അപ്പൊ ഈ എക്സസൈസിലെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്